ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് ഭൂമിയോട് എടുത്തോണ്ട് പോടി നിൻ്റെ ചായ എന്നും പറഞ്ഞ് ചൂടാകുന്ന സമയത്ത് ഭൂമി പെട്ടെന്നൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഭൂമിയുടെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങി കുടിക്കുകയാണ്. പുറമേക്ക് ദേഷ്യം കാണുന്ന അജയുടെ ഉള്ളിലും മറ്റൊരു ഭൂമി കാണാത്തൊരു അജയ് ഉണ്ടെന്ന സത്യം ആ സമയത്ത് ഭൂമി തിരിച്ചറിയാണ്. എന്നിട്ട് ഭൂമി അജയോട് പറയും, സർ, ആരുടെയും മനസ്സ് കാണാൻ കഴിയില്ല എന്നുള്ളത് സത്യമല്ലേ? ചിലരിൽ ആരും കാണാതെ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ചില സങ്കടങ്ങളുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചിരിക്കുക. എല്ലാറ്റിനും സോറി സർ. അങ്ങനെ അജയോട് സോറി പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് നമ്മുടെ അജയ് പറയും, ഭൂമി പറഞ്ഞത് എത്ര സത്യസന്ധമാണ്. ചാർലി ചപ്ലിൻ തൊട്ട് എത്രയോ പേർ, അതിൽ ഞാനും ഇല്ലേടാ. എൻ്റെ നയന ദുഃഖമായി നിറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെന്താ എന്നെ മനസ്സിലാവാത്തത്? നിൻ്റെ അരുമ പെങ്ങൾ മടങ്ങി വരുമെന്ന് പറഞ്ഞല്ലേ അവൾ പോയത്. അവൾ വരൂ ആൽഫ്രഡ്, നിൻ്റെ പെങ്ങൾ, എൻ്റെ നയന എന്തായാലും തിരിച്ചു വരും. ആ സമയത്ത് ആൽഫ്രഡ് പറയും, ഞാൻ അതൊന്നും ഓർക്കാറില്ല. എന്നെക്കൊണ്ട് അഞ്ജനയെ വിവാഹം കഴിപ്പിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് വീട്ടിൽ. എനിക്കതിനാവില്ല. അത് നീ പറയണം. എനിക്കതിന് പരിമിതികളുണ്ട് അജയ്. നീ അഞ്ജനയോട് നേരിട്ട് കാര്യം പറയും. അവള് മുത്തശ്ശിയോടും മറ്റുള്ളവരോടും പറഞ്ഞാൽ പ്രശ്നം സോൾവ് ആയില്ലേ? അങ്ങനെ ചെയ്യാല്ലേ എന്നും പറഞ്ഞിട്ട് അജയ് അഞ്ജനയെ വിളിക്കുകയാണ്. അങ്ങനെ കോള് കാണുമ്പോൾ, അജയുടെ നമ്പർ കാണുമ്പോൾ അഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഇവനെ എന്തിനാപ്പം എന്നെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഫോൺ എടുക്കും. എന്നിട്ട് അജയ് പറയും, അഞ്ജന, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണം, എനിക്കും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എപ്പോഴാ എന്ന് ചോദിക്കുമ്പം അഞ്ജന പറയും, സ്വകാര്യ സംഭാഷണമല്ലേ, അതിന് പറ്റിയ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് അഞ്ജന ഇങ്ങനെ അജയുമായിട്ട് ബൈക്കിൽ ഉല്ലസിച്ച് പോകുന്ന സീനുകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, അവൻ എന്നോട് പ്രണയം തുടങ്ങി. എന്നോട് ആ വിവരം പറയാനാ രഹസ്യമായിട്ട് അവൻ കാണണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് മാതാവിൻ്റെ മുന്നിൽ അച്ഛന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭൂമി പ്രാർത്ഥിച്ച് തിരികെ നടക്കുന്ന സമയത്ത് സിസ്റ്ററെ കാണും. ആ സിസ്റ്റർ ഭൂമിയെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും +2-ന്. അങ്ങനെ സിസ്റ്ററെ കാണുമ്പം ഭൂമി ചോദിക്കും, എത്ര നാളായി സിസ്റ്ററെ കണ്ടിട്ട്, സുഖാണോ? എന്ത് ചെയ്യുന്നു നീ? ഡോക്ടറോ അതോ IPSോ? എന്നെ +2-ന് പഠിപ്പിക്കുന്ന സമയത്തും സിസ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു എന്നോട് പറഞ്ഞത്. എല്ലാവരും ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആയ അവർക്ക് ചായ കുടിക്കാൻ ആരുണ്ടാക്കി കൊടുക്കും? എന്നിട്ട് സിസ്റ്ററോട് പറയും, സിസ്റ്ററെ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഇവിടെ അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റിന് എനിക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ഫാദറിൻ്റെ അടുത്ത് പറയും, ഫാദർ, ഇത് ഭൂമി ഇവിടെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളുടെ അച്ഛന് തീരെ സുഖമില്ലെന്ന്, ധനസഹായത്തിനാണ് വന്നത്. ഓ, അത് ശരി എന്ന് പറയുമ്പോൾ ഭൂമി പറയും, ഫാദർ, ഡോക്ടർ ഒരു കത്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കത്ത് ഫാദറിനെ കാണിക്കും. അപ്പം ഫാദർ പറയും, കേസ് ജെന്യുവനാണ്, താൻ എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തരൂ. എന്തായാലും ബോർഡ് മീറ്റിങ്ങിൽ അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയില്ല. ശരി ഫാദർ എന്നും പറഞ്ഞിട്ട് ഭൂമി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭവാനി ആ ഗുണ്ട കമാലിനെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് കമാലിൻ്റെ അടുത്ത് പറയും, വീട്ടിൽ വെച്ച് കാണാൻ പറ്റില്ല, അവിടെ എല്ലാവരും ഉണ്ട്. താൻ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്തായി തൻ്റെ അന്വേഷണമൊക്കെ? ഇനി വൈകിക്കാൻ പറ്റില്ല. മോളുടെ നിശ്ചയം ഏതാണ്ട് ഫിക്സഡ് ആണ്. ആ സമയത്ത് കമാൽ പറയും, അന്വേഷണം നടക്കുന്നുണ്ട്. അച്യുതൻ്റെ താമസ സ്ഥലം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ, ഞാൻ കൊടുത്ത പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണം. അപ്പോൾ കമാൽ പറയും, അച്ഛനെയും മകളെയും ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛനെന്തോ അസുഖം, ഡോക്ടറെ കാണാൻ വന്നതാ. അവിടെ വെച്ചിട്ട് ഞാൻ അച്യുതനെ വകവരുത്താൻ ഒരുങ്ങിയതാ, പക്ഷേ അതിന് പറ്റിയില്ല. തന്നോട് ആരാ അയാളെ കൊല്ലാൻ പറഞ്ഞത്? അച്യുതൻ്റെ കുടുംബം കണ്ടെത്തണം. അവിടെ ആരൊക്കെയുണ്ട്? അച്യുതൻ്റെ കൂടെയുള്ളത് അയാളുടെ സ്വന്തം മകളാണോ? സ്വന്തം മകളല്ലെങ്കിൽ അത് അഭിരാമിയാണ്. അഭിരാമിയാണെങ്കിൽ 2 പേരും ജീവിച്ചിരിക്കാൻ പാടില്ല. അഭിരാമിയെ അയാൾക്ക് കൈമാറുന്ന സമയത്ത് സിമ്പിളായിട്ട് അവളുടെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കണമെന്നില്ല. ഞാനതൊന്ന് ഊരി മാറ്റാൻ മറന്നുപോയി. മറ്റൊരു തെളിവ്, ഇടത് തോളിൻ്റെ പിറകിൽ ഒരു കറുത്ത മറുക്. അത് കണ്ടെത്തിയാൽ അവളാണെന്ന് ഉറപ്പിക്കാം. ശരി കമാലെ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഭവാനി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ അഞ്ജന ഇങ്ങനെ അജയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് അജയ് അവിടേക്ക് ബൈക്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ 2 പേരും റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെയൊന്നും ആരും കാണുന്നുണ്ടായിരിക്കില്ല. അപ്പം അഞ്ജന പറയും, അജയ്, താനെന്താ നോക്കുന്നത്? ഇവിടെയൊന്നും ആരും വരില്ല. ഈ കാണുന്ന സീറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് അഞ്ജന അജയുടെ അടുത്ത് ചോദിക്കും, നീ സ്വകാര്യമായി എന്നെ കാണണമെന്ന് പറഞ്ഞത് ഐ ലവ് യു എന്ന് പറയാനല്ലേ?
എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടെയായിരിക്കണം, ഹണിമൂൺ എവിടെ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കണം. എന്നിട്ട് അഞ്ജന അജയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അജയോട് ചോദിക്കും, അജയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്, പറയുന്നേ. ആ സമയത്ത് അഞ്ജനയുടെ കൈ തട്ടി മാറ്റിയിട്ട് അജയ് പറയും, അഞ്ജന എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഓ മനസ്സിലായി, വിവാഹത്തിന് ഞാൻ ഏത് സ്റ്റൈൽ ഡ്രസ്സ് ഇടണം അത് നീ ഡിസൈഡ് ചെയ്തോളാന്ന് പറയാനല്ലേ. നിന്റെ ഡ്രസ്സ് ഞാനും ഡിസൈഡ് ചെയ്യും. അഞ്ജന അതൊന്നല്ല കാര്യം എന്ന് പറയുമ്പോൾ വീണ്ടും അഞ്ജന പറയും, ഓ മനസ്സിലായി, നിനക്ക് വിവാഹത്തിന് വലിയ ആർഭാടമൊന്നും വേണ്ട, രജിസ്റ്റർ മാരേജ് നടത്താമെന്നല്ലേ. അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് LKG തൊട്ട് കോളേജ് ലൈഫ് മുതൽ ഞാൻ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് ക്ഷണിക്കാനുണ്ട്. അത് കേൾക്കുമ്പോൾ അജയ് വീണ്ടും പറയും, അഞ്ജന ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീയും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല, എനിക്കിഷ്ടമല്ല. ഐ ആം റിയലി സോറി അഞ്ജന, എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. അവളല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. ഓ ആ ഭൂമിയായിരിക്കും. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഭൂമിയോ? അത് ആരാണെന്ന് നിനക്കും അറിയാം, നയന. ആ കേസ് നീ ഇനിയും വിട്ടില്ലേ? അതെ, അവളോട് സ്നേഹത്തിനപ്പുറമുള്ള ഒരു സ്നേഹമാണ്. അവളോട് അവളുടെ സാമീപ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. നിന്നിൽ നിന്നും ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എന്ത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടത്? മുത്തശ്ശിയോട് നീ പറയണം ഈ മാരേജിന് നിനക്ക് സമ്മതമല്ലാന്ന്. നീ ആലോചിക്കുക എന്നും പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അഞ്ജന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അജയുടെ പിറകെ പോവുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് അജയോട് പറയും, അജയ് ഞാൻ പറയാം, എനിക്ക് വിവാഹം വേണ്ടാന്ന് ഞാൻ മുത്തശ്ശിയോട് പറയാം. ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവരാ നമ്മൾ. നിന്നെ ഞാൻ അറിയണമല്ലോ, നിൻ്റെ ഈ മനസ്സ് ഞാൻ അറിയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം എന്നൊക്കെ അഞ്ജന പറയുമ്പോൾ അജയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. താങ്ക് യു അഞ്ജന എന്ന് പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ അഞ്ജനയാണെങ്കിലോ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ പുഴയ്ക്ക് കുറുകെയുള്ള റോഡിലൂടെ ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് വരികയാണ്. ആ സമയത്ത് കമാൽ എതിരായിട്ട് ജീപ്പ് എടുത്ത് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഭൂമിക്ക് കുറുകെ ജീപ്പ് നിർത്തിയിടുകയാണ്. എന്നിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കത്തി എടുക്കുന്നത് കാണുമ്പം ഭൂമി ആകെ ഭയന്ന് സ്കൂട്ടി അവിടെ വെച്ചിട്ട് അയാളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. കുറച്ച് ദൂരം അയാളും പിറകെ ഓടും. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള കത്തി ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് നേരെ ഭൂമിയുടെ പുറത്തേക്ക് എറിയുന്ന സമയത്ത് തന്നെ ഭൂമിക്ക് ആ കുത്ത് കൊള്ളുന്നുണ്ട്. അങ്ങനെ ഭൂമി ഇങ്ങനെ വീഴുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അയാൾ ശരിക്കും ഭൂമിയെ കുത്തുന്നുണ്ടോ അതോ അച്ചുവേട്ടൻ കണ്ട സ്വപ്നമാണോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.